ഹല്ലേലൂയ. ഒരു പ്രത്യേകമായ പ്രാർത്ഥന ചോദിക്കുകയാണ്. നമുക്കെല്ലാം അറിയാം, കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് യമനിൽ കുറച്ച് സന്യാസികൾ വധിക്കപ്പെട്ടതും മറ്റുള്ള കുറച്ച് വധിക്കപ്പെട്ടു. ഒരു പുരോഹിതൻ തടവിലാക്കപ്പെട്ടു. ഇതുവരെ മോചിക്കപ്പെട്ടിട്ടില്ല. മാത്രമല്ല അതിനെ വധിക്കുമെന്നുള്ള ഭീഷണി നിൽക്കുകയാണ്. തീർച്ചയായിട്ടും ഇതിനെല്ലാം പുറകിൽ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന പകയാണ്, വെറുപ്പാണ്. ഈശോയുള്ള വെറുപ്പ്, ക്രൈസ്തവരുടെ വെറുപ്പാണ് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത്. നമുക്കിവിടെ നിന്ന് പ്രാർത്ഥന നടത്താം. പ്രിയമുള്ളവരെ, ആ പുരോഹിതൻ, ആ ടോം എന്ന പുരോഹിതൻ അച്ഛൻ കിടക്കുന്ന തടവറയിലേക്ക്, അന്ന് പൗലോസും ശീലാസും കിടന്ന തടവറയിലേക്ക് പരിശുദ്ധാത്മാവ് ആ രാത്രി ഇറങ്ങിച്ചെന്ന് അവരുടെ ചങ്ങല അഴിച്ച് മാറ്റി അവരുടെ വാതിൽ തുറന്ന് അവരെ സ്വതന്ത്രരാക്കിയെങ്കിൽ ഇന്ന് സ്വീഡൻ ജീസസ് പ്രാർത്ഥിക്കുന്നു. ഈ കേരളത്തിൻ്റെ മണ്ണിൽ ഈ എറണാകുളത്ത് നിങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, അങ്ങ് അറബി ദേശത്ത് യമനിൽ ദൈവമേ, ആ അന്യദേശത്ത് തടവറ കിടക്കുന്ന മരണത്തെ കണ്ടുകൊണ്ട് കിടക്കുന്ന ആ പ്രിയപ്പെട്ട പുരോഹിതന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവേ, ദൈവമേ, ആ മകനെ പിടിച്ചിട്ടിരിക്കുന്ന തടവറ ആക്കിയിരിക്കുന്ന എല്ലാ ഭീകരന്മാരെയും നിങ്ങൾ യേശു നാമത്തിൽ പോലെ ബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. അവരെ ഭരിക്കുന്ന വെറുപ്പിൻ്റെ, പകയുടെ, കൊലപാതകത്തിൻ്റെ സാത്താനങ്ങൾ ശാസിക്കുന്നു, ബന്ധിക്കുന്നു. ആ IS ഭീകരരെ പിടിച്ചിട്ടിരിക്കുന്ന സകല തലമുറകൾ അശുദ്ധാത്മാക്കളെ യേശു നിങ്ങൾ ബന്ധിക്കുന്നു. അവരെല്ലാം കീഴടങ്ങട്ടെ, വിട്ടും മാറട്ടെ. ആ മനുഷ്യർ സ്വതന്ത്രരാകട്ടെ. കൊലപാതകത്തിലൂടെ മതം വളർത്താമെന്ന് വ്യാമോഹിക്കുന്ന അവരെ പഠിപ്പിക്കുന്ന സാത്താനെ ശാസിക്കുന്നു. വിട്ടും മാറട്ടെ. യേശുവിനെ പ്രാർത്ഥിക്കുന്ന കർത്താവേ, ആ ഭീകരവാദികളെല്ലാം ഒരു നല്ല മനുഷ്യരായിട്ട് മാറട്ടെ കർത്താവേ. അവിടെ യേശുവിൻ്റെ ശക്തി ഇറങ്ങിച്ചെല്ലട്ടെ. യേശു നാം അവിടേക്ക് ഇറങ്ങിച്ചെല്ലട്ടെ. കർത്താവിൻ്റെ അഗ്നിയോടേക്ക് ഇറങ്ങിച്ചെല്ലട്ടെ. അവിടെ പരിശുദ്ധാത്മാവിലേക്ക് ഇറങ്ങിച്ചെന്ന് അവർ ദിവസങ്ങൾ നിറയട്ടെ കർത്താവേ. അവരെ പുരോഹിതനെ ബഹുമാനിക്കട്ടെ, അവരെ പുരോഹിതനെ സ്നേഹിക്കട്ടെ കർത്താവേ. സാത്താനെ വിട്ടു മാറ്. ആ ടോമച്ചൻ സ്വതന്ത്രനായി തീരട്ടെ. യേശു നാമത്തിലെ പുരോഹിതൻ സ്വതന്ത്രനായി തീരട്ടെ. തടവറകൾ തുറക്കപ്പെടട്ടെ. എല്ലാ അടിമച്ചങ്ങളെയും വിട്ടു മാറട്ടെ. ബി ഫ്രീ. സ്തുതിച്ച് പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. സോദരം നന്ദി മഹത്വം ആരാധിക്കുന്ന യേശുവേ, പ്രാർത്ഥിക്കുന്ന കർത്താവേ, അവരെ ഭരിക്കുന്ന വെറുപ്പിന്റെ, കോപത്തിന്റെ, പ്രതികാരത്തിന് സാത്താനെ ബന്ധിക്കുന്നു. സാത്താൻ വിട്ടു മാറ്. എല്ലാ മതത്തിന്റെ തീവ്രവാദങ്ങളെ ബന്ധിക്കുന്ന യേശു നാമത്തില് സകലമുട്ടും മടങ്ങട്ടെ. സിറിയയില്, യമനില്, ഇറാഖിലെല്ലാം ഭരിക്കുന്ന സാത്താനെ വിട്ടു മാറ്, കീഴടങ്ങ. യേശു നാമത്തിൽ കീഴടങ്ങട്ടെ. സകലമുട്ടും മടങ്ങട്ടെ. ആ പുരോഹിതൻ സ്വതന്ത്രനാകട്ടെ. രോമച്ചൻ സ്വതന്ത്രനാകട്ടെ. അവന്റെ ജീവൻ കൈവയ്ക്കാൻ ശ്രമിക്കുന്ന സാത്താനെ വിട്ടു മാറ്. ആ പുരോഹിതനെ അവന്റെ ജീവൻ എടുക്കാൻ ശ്രമിച്ച സാത്താനെ ബന്ധിക്കുന്നു. മരണത്തിന് അധികാരി യേശു ക്രിസ്തുവായതുകൊണ്ട്, മരണത്തിന്റെ നരകത്തിന് അധികാരി യേശു ക്രിസ്തുവായതുകൊണ്ട് യേശുവിന് പൂർണ്ണ അധികാരം ആ പുരോഹിതന് മേൽ ഉണ്ടാകട്ടെ. യേശുവിന് പൂർണ്ണമായ അധികാരം ഉണ്ടാകട്ടെ. ആ മകനെ തുടർന്ന് ഒരു തിന്മയ്ക്ക് സാധിക്കാതെ പോകട്ടെ. ആമേൻ. പരിശുദ്ധ കന്യാമരത്തിന്റെ വലിയ ആധിപത്യം ആ വൈദ്യയിൽ ഉണ്ടാകട്ടെ കർത്താവേ. അവൻ സുരക്ഷിതനായിരിക്കട്ടെ ദൈവമേ. അവൻ സുരക്ഷിതനായിട്ട് കടന്നു വരട്ടെ കർത്താവേ. ഹല്ലേലൂയ. നമുക്കൊന്നു ചേർത്ത് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദുരിതത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദുരിതത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. ഒന്ന് ചേർന്ന് വളരെ വൃത്തി പിടിച്ചുകൊണ്ട് നമുക്ക് ഒരു നിമിഷം ആ പുരോഹിതനെ കാണാം. ആ മകനായിരിക്കും തടവറകൾ കാണാം. ആത്മാവില്, ചിന്തയിൽ വരെ കാണാം. കർത്താവിൻ്റെ അഗ്നി അവിടേക്ക് ഇറങ്ങിച്ചെന്ന് ശത്രുക്കളെ തകർത്ത് പത്രോസിനെ തടവറയിൽ നിന്നും കൊണ്ടുവന്ന ദൂതൻ കൊണ്ടുവന്നതുപോലെ തന്നെ ആ മകനെ അവിടെ നിന്ന് സംഭവിച്ചെടുത്ത് കൊണ്ടുവരാൻ ദൂതന്മാർ കടന്നു ചെല്ലട്ടെ. പരിശുദ്ധ അമ്മ ഇടപെടട്ടെ. പ്രാർത്ഥിക്കുന്നു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകും. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകും. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. ഹല്ലേലൂയ. നമ്മുടെ കൈകൾ അടിച്ചു നന്ദി പറയാം.